ആയുർവേദ രീതിയിൽ വളരെ വ്യക്തമായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും ഔഷധ സേവയും കുട്ടികൾക്ക് പറയുന്നുണ്ട്. ബുദ്ധിവികാസത്തിന് വേണ്ടിയിട്ട് കൊടുക്കാവുന്ന നമ്മൾ തേനും വയമ്പും സാധാരണയായി കേരളത്തിലൊക്കെ കൊടുക്കാറാണ്. തേനും വയമ്പും ഇതുപോലെ തന്നെ 8 കൂട്ടം മരുന്നുകൾ, ഒരമരുന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം നമ്മൾ വളരുന്ന സെൽസിനെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റുമാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ വെന്തവെളിച്ചെണ്ണ എന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. ചിലർ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ, അങ്ങനെ തുടങ്ങിയ കുറേ വെളിച്ചെണ്ണകൾ കുട്ടിക്കനുസരിച്ച് കൊടുക്കാറുണ്ട്. ചിലർ കുട്ടികൾക്ക് കളർ കൂടാൻ വേണ്ടിയിട്ട് നാൽപ്പാമരാതി വെളിച്ചെണ്ണ തുടങ്ങിയിട്ടുള്ളതും കൊടുക്കാറുണ്ട്. ഇത്തരം കുട്ടികളുടെ വളർച്ച, അതേപോലെ എല്ലാ അവയവങ്ങളും ഒരു നല്ല അമ്മമാർക്ക് അത് കുളിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ അവയവങ്ങൾ ഉരുട്ടി ഒഴിഞ്ഞ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഷേപ്പും അതേപോലെ അവരുടെ മാംസപേശികൾക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു ആകൃതി പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ മുലയൂട്ടുന്ന അമ്മമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അധികം ദുഃഖിച്ചിരിക്കുക, അമിതമായി ദേഷ്യം പിടിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈ മുലപ്പാലിൻ്റെ അളവ് കുറയുക മാത്രമല്ല, ആ മുലപ്പാലിൻ്റെ ക്വാളിറ്റിയും നഷ്ടപ്പെടും. ഇത് കുട്ടികളുടെ ആരോഗ്യത്തിനെ ബാധിക്കും. അപ്പൊ ഈ മുലയൂട്ടുന്ന സമയത്ത് അമ്മമാർ വളരെയധികം ശ്രദ്ധിച്ച് നല്ല മാനസികാവസ്ഥയും നല്ല ശുചിത്വത്തോടു കൂടി നല്ല ഭക്ഷണം കഴിച്ച് എപ്പോഴും കരുതലോടുകൂടി ഇരിക്കേണ്ട ഇതാണ്. ഈ മുലയൂട്ടുന്ന സമയത്ത് അമ്മമാരുടെ ഭക്ഷണ രീതി, അമ്മയ്ക്ക് ദഹിക്കാത്ത ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കുകയെല്ലാം അത് കുഞ്ഞിനെ ബാധിക്കും.